ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു കൂട്ടം മനുഷ്യർ കൂടി ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് കാണാൻ പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ പാലസിൽ ഞങ്ങൾ എത്തി. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ ഒരാൾക്ക് കയറാൻ 260 രൂപയാണെന്ന്. അതറിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പൊക്കുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ യുജിയിൽ പഠിച്ച ഫ്രണ്ട് നസ്രീൻ. നസ്രീൻ ആദ്യമായിട്ട് ഞങ്ങളുടെ യൂട്യൂബിൽ വരുന്നത്. ഹായ് പറ. ഹായ് പറ. എക്സ്പ്ലോർ ചെയ്യാൻ കേറണ്ട നിങ്ങള്. ഞാൻ വരും, നീ കേറിക്കോ. ഞാൻ കേറും. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ പോസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ചാടി കയറി ടിക്കറ്റ് എടുക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇനി ഇവിടെ നിന്ന് പിടിക്കുന്നേക്കാൾ മുമ്പ് ഞങ്ങൾക്ക് ഓടിപ്പോണം. 2-3 ഫോട്ടോസ് എടുത്തിട്ട് പേടിച്ച് വിറച്ച് ഞങ്ങൾ നടന്നുകൊണ്ട് ഞങ്ങൾ പിടിക്കുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ നടക്കും. എല്ലാവരുടെയും മുഖത്തത്തെ ടെൻഷൻ നോക്കുന്നത്. വാവ്, എന്താടി അവരൊക്കെ നോക്കണം. നമ്മൾ ഒരു സെക്യൂരിറ്റി അവിടെ നിന്നിട്ട് ചാടി കയറുന്നവരെയൊക്കെ പിടിക്കുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ വേഗം വിടാൻ പോവാണ്. അല്ലെങ്കിൽ 260 രൂപ ലാഭിക്കാൻ ഞങ്ങളിപ്പോൾ 500 രൂപ കൊടുത്ത് ഫൈൻ അടിച്ച് പോകേണ്ടി വരും. ഞങ്ങളങ്ങനെ സക്സസ്ഫുള്ളി പുറത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് സമാധാനം. ഇത് നസ്രിൻ്റെ മുഖമൊക്കെ വിടർന്നു, ചിരിയൊക്കെ ചാടി. അങ്ങനെ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. 3 പേര് പോയിട്ടുണ്ട്, ബാക്കി 3 പേര് തിരിച്ചെത്തിയിട്ടില്ല. അവരുടെ ധൈര്യം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ധൈര്യം തീരണ വരെ ഉണ്ടാവും. ഇനി ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ അറിയില്ലേ? പോവാനേ, അവരെ വിളിക്കാൻ പോണേ, അവരെ എടുക്കാൻ പോണേ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഞങ്ങളങ്ങനെ കിട്ടിയ എല്ലാ മുക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വരെ വന്ന ചിലവ് ഞങ്ങൾ മുതലാക്കാണ്. ഇവിടെ ഒരു നല്ലൊരു സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നാമ്പുറമാണ് സത്യത്തിൽ, പക്ഷേ നല്ല രസമുണ്ട് അവിടെ കാണാൻ. ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾക്ക് വയറൊക്കെ കത്തി തുടങ്ങി. അങ്ങനെയാണല്ലോ, നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വയറ് കത്തുന്ന ഒരു അസുഖമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ആ മരം ലക്ഷ്യം വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വരെ വന്നുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ചുള്ളിക്കമ്പ് പോലും ഞങ്ങളിവിടെ ഒരു ചുള്ളിക്കമ്പ് പോലും ഞങ്ങൾ വെറുതെ വിടില്ല. അതിൻ്റെ മുമ്പിൽ ഇറങ്ങി ഫോട്ടോ എടുക്കും. ഞങ്ങളുടെ ധീര വനിതകൾ അവർ ഫുൾ പാലസ് ചുറ്റി കറങ്ങി പുറത്തേക്ക് വരാണ്ട് അവരിപ്പോൾ ഇതേ നോക്കിയാൽ അവരെവിടെ നിന്ന് ഒരു സ്റ്റിക്കർ പറിച്ചെടുത്ത് വന്നിട്ട് അവരവിടുത്തെ മെമ്പേഴ്സിനെ പോലെ അതിൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. ഞങ്ങളിവിടെ പുറത്തും അവരവിടെ അകത്തും ഞങ്ങളിവിടെ പുറത്തും. എക്സ്പീരിയൻസ് പറയോ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ധീര വനിതയായി ജീവിക്കുന്നത് എന്താണ് തോന്നുന്നത്? ദേ പിടിച്ചില്ലടി, നിങ്ങളല്ലേ ബെസ്റ്റ്. എൻജോയിങ് ആണല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഇവിടെയും ഫോട്ടോ എടുക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മല കാണാണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ മല എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ലുക്ക് അറ്റ് ദിസ്. ഈ സ്പോട്ട് കണ്ടോ? ഞങ്ങൾ മാത്രം ഇവിടെ വന്നിട്ടുണ്ടാവുള്ളൂ. ഇതൊരു ഗുഹയാണെന്ന് തോന്നുന്നു. ഗുഹയല്ല, പാറക്കല്ലാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ല. ഇവിടെ ഒരു അജ്ഞാതമായൊരു വീടൊക്കെ ഉണ്ട്. ഞാനുമുണ്ട് ഇവിടെ. ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. എന്തായാലും നഷ്ടമായില്ല വന്നത്. ഞങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് 400 രൂപ കൊടുത്ത് വന്നതിന്. ഗൈസ്, അപ്പോൾ ഇവിടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇനി ഞങ്ങൾക്ക് വയറ് കത്തിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഗൈസ്, എൻജോയിങ് ആണോ? ഹാപ്പി ആണോ? ബിനിക്കുട്ടൻ ഹാപ്പിയാണ്. വാവ്, നല്ല രസമുണ്ടല്ലേ കളറൊക്കെ നോക്കി. നിങ്ങൾ ചിക്കൻ ആഡ് ചെയ്യാൻ പറഞ്ഞല്ലേ? സൂപ്പർ, നല്ലതാന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം.
പിടിച്ചിരിക്കണേ. ഞാൻ പറയാം അങ്ങനെ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് സാങ്കി ടാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു പുഴ എന്തൊക്കെ കുളം അറ്റം പോലെ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങളൊരു മോളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോണ വഴിയിൽ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ട് പെട്ടെന്ന് ചാടി ഓടി ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയതാണ്. സാങ്കി ടാങ്ക് കാണിച്ചു തരാം. ഇന്ന് ഫുള്ള് ഞങ്ങൾ അഡ്വഞ്ചർ ഇതിന്റെ ഉള്ളിൽ കേറി ഫോട്ടോ എടുത്തു, ഫുള്ള് കണ്ടു. ഐസ്ക്രീം കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കയറ്റി. പോലീസ് പിന്നാലെ വരുന്നുണ്ട്. ഐസ്ക്രീമിനായി കാത്തിരിക്കുന്ന 3 യുവതികൾ. ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല, ഞങ്ങള് കേട്ടുടേ. ധീര 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 ധീര. ഞങ്ങളങ്ങനെ വൈബിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വളരെ നന്നായി സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവാണ്. ബൈ.